ഞാനിന്ന് സെക്കൻഡ് സെഷന് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു, 7 മാസമായി. ഇപ്പം കഴിഞ്ഞ ആഴ്ച എൻ്റെ കൺസൾട്ടേഷൻ കഴിഞ്ഞു. ഇപ്പം ഡേറ്റ് എനിക്ക് കിട്ടിയിന്ന്. ഇപ്പം ക്രൗൺ ഏരിയ ആണ് സെക്കൻഡ് സെഷന് കൊണ്ട് മാറ്റി വെച്ചത്. ഫസ്റ്റ് സെഷനിൽ എൻ്റെ ഫ്രണ്ട് ഏരിയയിൽ കവർ ചെയ്തു. അപ്പോൾ മാക്സിമം അന്ന് തന്നെ കവർ ചെയ്തു. ഡെൻസിറ്റി കൂട്ടിയിട്ടായിരുന്നു ഞാൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് നല്ല ഡെൻസിറ്റി എടുത്തുകൊണ്ടാണ് ഫസ്റ്റ് സെഷനിൽ ഈ ഫ്രണ്ട് ഏരിയ മാത്രം കവർ ആവാൻ പറ്റിയത്. ഡെൻസിറ്റി കൂടുന്നതുകൊണ്ട് 2 സെഷൻ ആക്കിയിട്ട് ചെയ്തു. ഇപ്പോൾ സെക്കൻഡ് സെഷൻ ആഫ്റ്റർ 8 മന്ത് ചെയ്യാൻ പോവാണ്. ബ്ലഡിൻ്റെ ഒക്കെ റിസൾട്ടൊക്കെ വന്ന് എനിക്കിന്ന് ഡേറ്റ് കിട്ടി. ഇന്ന് വന്നിട്ട് ഇപ്പം മാർക്കിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രൊസീജിയറിലോട്ട് പോവാണ്. ഒരു 6 to 7 hours എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് കൂടെ ഞാൻ ഷെയർ ചെയ്യാം. സെഷൻ സ്റ്റാർട്ട് ചെയ്തു. മുടിയൊക്കെ ട്രിം ചെയ്ത് എടുത്ത് കളഞ്ഞു. ബാക്ക് സൈഡിൽ ഇപ്പോൾ ഡോണർ ഏരിയ, പുറകിലെ ഡോണർ ഏരിയയിൽ അനസ്തേഷ്യ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അനസ്തേഷ്യ കൊടുത്തിട്ട് കുറച്ചൊരു 20 മിനിറ്റ്സോളം വെയിറ്റിംഗ് ടൈമാണ്. ഡോക്ടർ കൂടെ തന്നെ ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ഡോണർ ഏരിയയിൽ നിന്ന് ഹെയർ എടുത്തിട്ട് റൂട്ട് അടക്കം എടുത്തിട്ട് ഈ ക്രൗൺ ഏരിയയിൽ വെക്കാൻ പോവാണ്. പ്രൊസീജിയർ കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ഒരു 4 hours ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ബ്രേക്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് സെഷൻ കഴിഞ്ഞുകൊണ്ടും സെക്കൻഡ് സെഷനിൽ ആ പെയിൻ അത്ര കൂടുതൽ അറിഞ്ഞിട്ടൊന്നുമില്ല. ഡോക്ടർ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും സംസാരിച്ചിട്ട് അതങ്ങനെ 3-4 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. മെഡിസിനൊക്കെ കിട്ടി. അപ്പോൾ ആ മെഡിസിൻ്റെ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഡോക്ടറാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് സെഷൻ ചെയ്ത സെയിം ഡോക്ടർ തന്നെയായിരുന്നു ഇപ്പോൾ സെക്കൻഡ് സെഷന് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കംഫർട്ടബിളും ഉണ്ടായിരുന്നു. ഒരു ആഫ്റ്റർ 2-3 months ഇതിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഇനി.